നമസ്കാരം. ആർട്ട് കഫേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറുനാട്ടിൽ നിന്ന് വന്ന് മലനാടിന് പ്രിയങ്കരായി മാറിയ ചലച്ചിത്രകാരന്മാർ നിരവധിയാണ്. അഭിനയരംഗത്തും സംഗീതരംഗത്തും എന്നുവേണ്ട സിനിമയുടെ സമസ്ത മേഖലയിലും മലയാളികളല്ലാത്ത കലാകാരന്മാർ നമുക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മലയാള ചലച്ചിത്ര ഗാനശാഖയെ മനോഹരമാക്കിയ ഈണങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ സംഗീതകാരന്മാരിൽ പ്രമുഖനാണ് SP വെങ്കിടേഷ്. ജോൺസണും രവീന്ദ്രനും ഔസേപ്പച്ചനും മോഹൻ സിത്താരയും ഒക്കെ തിളങ്ങി നിന്ന കാലത്തായിരുന്നു വെങ്കിടേഷും തന്റെ മികവുറ്റ ഗാനങ്ങളാൽ മലയാളത്തിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ചത്. 1986 രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ആദ്യമായി പാട്ടുകളുടെ പ്രപഞ്ചം തീർത്ത വെങ്കിടേഷിന്റെ ആദ്യ ഗാനത്തിന് 30 വയസ്സ് തികയുമ്പോൾ ആ സംഗീത ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഇന്നത്തെ ആർട്ട് കഫേ. ആദ്യം SP വെങ്കിടേഷിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. മലയാളി അല്ലെങ്കിലും മലയാളത്തിന് വേണ്ടിയായിരുന്നു ഈ മനുഷ്യന്റെ ഹൃദയം തുടിച്ചതെല്ലാം. എങ്കിലും കാലത്തിന്റെ കൽപ്പടവുകളിൽ എവിടെയോ മലയാളി വെങ്കിടേഷിനെ മറന്നു. പക്ഷേ ആ ഈണങ്ങളെ മാത്രം മറക്കാനാകുമായിരുന്നില്ല നമുക്ക്. വെങ്കിടേഷിന്റെ പാട്ടുകളുടെ മനോഹാരിതയിൽ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം നീന്തി തുടിച്ച ഒരു തലമുറയ്ക്ക് ഈ മനുഷ്യന്റെ ഒരു ഗാനമെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം ജീവിതത്തിൽ ഇന്നും ഉണ്ടാകാനിടയില്ല. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലും ബംഗാളിയിലും ഒറിയയിലും ഹിന്ദിയിലുമെല്ലാം ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ആ സംഗീതം ശ്രുതിമീട്ടി. നീർക്കുമിള പോലെ അൽപായുസുകളായ പുതിയ പാട്ടുകളുടെ പേമാരി ഇരുചെവിയും പൊത്തി പഴയ കാലത്തിന്റെ പാട്ടുകാരൻ കാത്തിരിപ്പുണ്ട്. തന്റെ ഗിറ്റാറിൽ മാൻഡലിനിൽ സംഗീതത്തിന്റെ അസ്തമിക്കാത്ത സൗന്ദര്യവുമായി SP വെങ്കിടേഷ് തിരിച്ചു വരുന്നതും കാത്തു. മലയാളികൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച SP വെങ്കിടേഷിന്റെ 30 വർഷത്തെ ആ സംഗീത ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ, അദ്ദേഹത്തിന്റെ ഗാനങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം 2 അതിഥികളാണ് ഇന്ന് ചേരുന്നത്. നടനായ പ്രേംകുമാർ ഇവിടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ഗായകനായ ബിജു നാരായണൻ കൊച്ചി സ്റ്റുഡിയോയിലും നമുക്കൊപ്പം ചേരുന്നു. 2 പേർക്കും ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരുപക്ഷെ 90കളിൽ താങ്കളുടെ തന്നെ ഒരു സുവർണകാലമെന്ന് പറയാവുന്ന ആ കാലത്ത് താങ്കൾ അഭിനയിച്ച നിരവധി ചിത്രങ്ങളിൽ SP വെങ്കിടേഷ് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു കാലത്തേക്ക് ഒന്ന് ഓർത്തെടുക്കാനാവുക ഈ സമയത്ത്? അല്ല, ശ്രീ SP ആയിട്ട് ശരിക്കും എനിക്കൊരു വളരെ വൈകാരികമായ ഒരു ബന്ധമാണുള്ളത്. കാരണം ഞാൻ ഒരു സിനിമയിൽ ആദ്യമായിട്ടൊരു ഗാന രംഗത്ത് അഭിനയിക്കുന്നത് അത് ശ്രീ SP വെങ്കടേഷ് സംഗീതം നൽകിയ ഒരു ഗാനത്തിലാണ്. അത് ശ്രീ ജയരാജ്, പ്രശസ്ത സംവിധായകൻ, അദ്ദേഹം സംവിധാനം ചെയ്ത, അത് രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ മമ്മൂട്ടി മഹാനടൻ അദ്ദേഹം അഭിനയിച്ച സിനിമ ജോണി വാക്കർ. അപ്പോൾ ആ ജോണി വാക്കർ എന്നുള്ള സിനിമയിൽ ആ ഒരു ചിത്രത്തിലാണ് ആദ്യമായിട്ട് ഞാനൊരു സിനിമയിൽ പാട്ട് രംഗത്ത് ഗാനരംഗത്ത് ഇങ്ങനെ അഭിനയിക്കുന്നത്. അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഗാനമാണ്. ശാന്തമീ രാത്രിയിൽ എന്ന് തുടങ്ങുന്ന ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊമ്പട് ജുംത 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 ജും കുറുങ്കുഴൽ കൊടു. ഇത് മലയാളികൾ ശരിക്കും ഒന്ന് ഒരു വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ഗാനമാണ്. അപ്പോൾ ഇത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹമാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരുന്നത്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗാനത്തിലാണ് ശരിക്കും ആദ്യമായിട്ട് ഞാനൊരു അതും അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഈ ചിത്രത്തിൽ ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ എനിക്കിങ്ങനെ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ഈ ഗാനം പ്രത്യേകിച്ചും ഇത് മദ്രാസിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് ഞങ്ങൾ ഈ ഗാനത്തിൻ്റെ ഒരു കൊറിയോഗ്രാഫിയൊക്കെ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴിൽ നിന്ന് അന്ന് പ്രശസ്തനായ ഒരു കമ്പോസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമുണ്ട്. അദ്ദേഹം ഞങ്ങളെ ഈ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ശ്രമിക്കുകയും, അപ്പോൾ നമുക്കൊന്നും സ്റ്റെപ്പ് പലതും വഴങ്ങാതെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഗാനരംഗത്ത് ഇങ്ങനെ അഭിനയിച്ചതൊക്കെ ഓർക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നതാണ് ശ്രീ പ്രഭുദേവ എന്ന് പറയുന്ന ആ ഒരു ഇന്നത്തെ ഏറ്റവും വലിയ ഒരു താരം.
അദ്ദേഹമായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ഡാൻസ് കമ്പോസറായിട്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജു സുന്ദരം എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളൊരു കൂട്ടായ്മയിൽ അന്ന് ഈ ഗാനം ചിത്രീകരിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ശ്രീ എസ് പി വെങ്കടേഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അതുവരെ കേട്ടിരുന്ന മലയാളികൾ അതുവരെ കേട്ടു ശീലിച്ച ആ ഒരു രീതികളിൽ നിന്ന്, ആ ഒരു ഗാനങ്ങളുടെ ആ ഒരു ശീലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി എന്ന് തന്നെ പറയാവുന്ന, സംഗീതത്തിൻ്റെ ഒരു പുതുവഴി എന്ന് പറയാവുന്ന കുറേ പാട്ടുകളുമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ 90കളെന്ന് പറയുന്നത് മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും വളരെ പ്രതിഭകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. ഇതാ ഇപ്പോൾ എസ് പി വെങ്കിടേഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എസ് പി വെങ്കിടേഷ്, ഇവിടെ സംഗീത ജീവിതത്തിന്റെ 30 വർഷം ഞങ്ങളിവിടെ ആഘോഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. എങ്ങനെയാണ് 1986 ഇറങ്ങിയ ആ ഒരു ചിത്രത്തിൽ നിന്ന്, രാജാവിന്റെ മകൻ എന്ന ഒരു ചിത്രത്തിൽ നിന്ന് ഈ 2016 എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സംഗീത ജീവിതത്തെ താങ്കൾ നോക്കി കാണുന്നത്? എങ്ങനെ ആ സംഗീത ജീവിതത്തെ താങ്കൾ എങ്ങനെയാണ് ഒന്ന് ഓർത്തെടുക്കാനാവുക ഈ അവസരത്തില്? ഇതുവരെ ചെയ്തതിൽ ഒരുപാട് നല്ല പാട്ടുകൾ മലയാളത്തിൽ സമ്മാനിച്ചു. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും താങ്കളുടേതായ ഒരുപാട് നിരവധി ഗാനങ്ങൾ ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ. താങ്കളുടെ സംഗീത ജീവിതത്തിലേക്ക് തിരിക്കുമ്പോൾ താങ്കൾക്ക് മലയാളത്തിൽ ഏതാണ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ താങ്കൾ എന്തായിരിക്കും? അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ സോങ് ഹിറ്റ് മലയാളത്തിലെ ആൾ സോങ്സ്, ഗൗരവർ, ദുർവം, രാജാവണ്ടമവൻ തുടങ്ങി എത്രയോ പിക്ചർ, കിലുക്കം, പൈതരകം, ജാനി വാക്കർ. ഇപ്പൊ ഏത് ഗാനം സൂപ്പർന്ന് പറയാൻ പാടില്ല. എല്ലാം ദൈവം തന്ന അരുൾ. പ്രേക്ഷകരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് മലയാളികളോട്? അങ്ങനെ പറയാൻ പാടില്ലമ്മ. എല്ലാം നമ്മ മൈ ചൈൽഡ് ആൾ സോങ്സ്. ഇപ്പൊ നീங்களே തീരുമാനിക്കാം. ഇപ്പോൾ നമ്മൾ രാജാവിന്റെ മകൻ എന്ന ആ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അക്കാലത്തെ ഓർമ്മകളെ താങ്കൾക്കൊന്ന് പങ്കുവയ്ക്കാനാവുമോ ഈ അവസരത്തില്? രാജാവിന്റെ മകൻ ഫസ്റ്റ് തുടങ്ങി. ആക്ച്വലി அதுக்கு முன்பு ഗാനം തുടങ്ങിയത് രാജാവിന്റെ മകൻ. அதுக்கு മുൻപ് ഞാൻ BGM റീറിക്കാർഡിങ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ആക്ച്വലി മലയാളം എന്നോட ലൈഫ്. ഞാൻ എത്ര കൊല്ലം ആയാലും മലയാളം എന്നോட ജീവിതം. വളരെയധികം നന്ദി ശ്രീ എസ് പി വെങ്കിടേഷ് അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ബിജു നാരായണൻ കൂടി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ബിജു നാരായണൻ, ഇവിടെ ഇപ്പോൾ എസ് പി വെങ്കിടേഷ് സംസാരിച്ചതുപോലെ തന്നെ ആ ഒരു വിനയം തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഓർത്തെടുക്കുന്നത് തന്നെ. താങ്കൾക്കും ഒരുപാട് അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. താങ്കളുടെ സംഗീത ജീവിതം പരിശോധിച്ചാൽ നിരവധി പാട്ടുകൾ എസ് പി വെങ്കിടേഷിൻ്റെതായി താങ്കൾ ആലപിച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ബന്ധത്തെ എങ്ങനെയാണ് ഈ അവസരത്തിൽ ഓർക്കുക? അതെ, ഞാൻ ശരിക്കും 90കളിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകൾ പാടിയാണ് ഈ രംഗത്ത് വരുന്നതെങ്കിലും ഞാൻ ഏറ്റവും അധികം പാടിയിട്ടുള്ള സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് സാറാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരുപാട് നല്ല അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് വർക്കുകൾക്ക് വേണ്ടി എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പാടാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനിയൻ ബാവ, ചേട്ടൻ ബാവ മുതൽ ഒരുപാട് ഹിറ്റ് ഫിലിംസ്, ആദ്യത്തെ കൺമണി, അതേപോലെ തന്നെ മാന്ത്രികം, പത്രം, പിന്നെ എത്ര സിനിമകൾ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രയധികം അവസരങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ സംസാരിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ തന്നെ ഉണ്ട് എളിമ. കാരണം സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മലയാളത്തിനോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു സ്നേഹം തന്നെയുണ്ട്. മലയാളത്തിനോടും മലയാള പാട്ടുകളോടും മലയാളികളോടും ഒരുപാട് സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വെങ്കടേഷ് സാറ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയ നിലയിൽ കൂടി ചോദിക്കുകയാണ്, താങ്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ എല്ലാ പാട്ടുകളും ഒരുപോലെയാണെന്ന് തന്നെ. എങ്കിൽ കൂടി താങ്കൾക്ക് അതിലേറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനം പ്രേക്ഷകർക്ക് കൂടി വേണ്ടി പാടുകയാണെങ്കിൽ നന്നായിരുന്നു.
തീർച്ചയായിട്ടും. എനിക്ക് ശരിക്കും വെങ്കടേഷ് സാറായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത് ഞാനൊരു ലാളനം എന്ന സിനിമയ്ക്ക് വേണ്ടി ട്രാക്ക് പാടാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം എൻ്റെ പാട്ടുകൾ കേൾക്കുന്നു. പക്ഷെ അതിൽ സ്ട്രെയിറ്റ് പാടാൻ പറ്റിയില്ലെങ്കിലും രാജസേനൻ ചേട്ടൻ്റെ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ആദ്യം പാടിയ പാട്ട് തന്നെയായിരിക്കും എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട പാട്ട്. ആ പാട്ട് നാലുവരി പാടാം. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം മുത്തം പെയ്യാൻ വാ. കഥ ചൊല്ലാൻ വാ. മധുമന്ദാരം മധു നീയല്ലയോ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. ഇത് ഞാനും ചിത്രചേച്ചിയും ചേർന്നാണ് ആലപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ONV കുറുപ്പ് പറഞ്ഞ അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് SP വെങ്കിടേഷിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കൂടി പോയതിന് ശേഷം വളരെ വേഗം തിരിച്ചെത്താം. നല്ല കറുത്ത ഒരു ശരീരം, കവിൾ വീർത്തിരിക്കും, നെറ്റിയിൽ വലിയ ചന്ദനപ്പൊട്ട്, പിന്നെ അങ്ങനെ ഒരു ഭക്തനായ ഒരു തമിഴകത്തെ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി വന്നിരുന്നു. പക്ഷെ ഒന്ന് മാത്രമില്ല, അഹന്ത. അതൊട്ടുമില്ല. അല്പമെങ്കിലും വേണം എന്നൊരിക്കൽ ഞാൻ വെങ്കടേഷിനോട് പറയുകയുണ്ടായി. മാണിക്യക്കുയിലെ നീ കാണാത്ത കാടുണ്ടോ എന്ന് പറയുന്ന ഒരു പാട്ട്, പിന്നെ ശരറാന്തൽ പൊന്നും പൂവും തൂകും എന്ന് പറയുന്ന ഒരു പാട്ട്, അത് ട്യൂണിട്ട് തന്നിട്ട് ഞാൻ എഴുതി കൊടുത്തതാണ്. വളരെ രസകരമായത് ഏതാനും മിനിറ്റ് കൊണ്ട് ഇവിടെ കേരളത്തിലാണ് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ഏതോ ഒരു പടത്തിന് പാട്ടെഴുതി. അത് പാതിരാ കിളി പാൽക്കടൽ കിളി, ഇതൊരു മലയാളം പാട്ടല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു. SP വെങ്കടേശൻ എനിക്ക് തന്നിട്ടുള്ള ട്യൂൺസ് എല്ലാം എന്നെ മോഹിപ്പിച്ചിട്ടുള്ള ട്യൂണാണ്. ഇത് എഴുതണം എന്ന് തോന്നി. അങ്ങനെ ഒരു എഴുത്തുകാരന് എഴുതണമെന്ന് തോന്നിക്കുന്ന ഒരു ട്യൂൺ ചെയ്യുന്നിടത്താണ് ഈ മ്യൂസിക് ഡയറക്ടറുടെ വിജയം. അദ്ദേഹത്തിൻ്റെ ആ ചന്ദനക്കുറിയും ആ ഒരു വിനയപൂർവ്വമുള്ള ചിരിയും ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതിരിക്കലും. വേറെ പല മ്യൂസിക് ഡയറക്ടേഴ്സും ആണെങ്കിൽ അവർ ഇങ്ങനെ അവരുടെ വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഒരു ഉദാഹരണം പറയാം, പേര് പറയില്ല. ഒരാളിൻ്റെ അടുത്ത് സംവിധായകൻ ഞാനുമുണ്ട്, അടുത്തിരിക്കുമ്പോൾ പറഞ്ഞു, ഇദ്ദേഹമില്ലെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ ആളല്ലേ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നുണ്ട്, അല്ലേ നമ്മുടെ നാട്ടിൽ മട്ടുമല്ലേ, ഇന്ത്യാവിലെ മട്ടും. അയാൾ പറയുകയാണ്. ഈ മാതിരി അഹങ്കാരികളുടെ നടുവിലാണ് ഈ SP വെങ്കടേശനെ പോലെ ഒരു സർഗകർത്താവെന്ന നിലയ്ക്ക് ഇവരെല്ലാം തൊട്ട് തൊഴേണ്ട ഈ SP വെങ്കടേഷ് തൻ്റെ സംഗീതവുമായിട്ടൊരു മൂലയ്ക്ക് ഒതുങ്ങിക്കഴിയുന്നത്. അദ്ദേഹം ഒരു മൂലയ്ക്കെന്ന് ഒതുങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ONV കുറുപ്പിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ ഒരു അഭിമുഖം. തിരിച്ച് പ്രേംകുമാറിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, താങ്കൾക്ക് വൈകാരികമായ അദ്ദേഹത്തോട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു എന്ന് താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് നേരിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തെ ഈ അവസരത്തിൽ ഓർമ്മിക്കാനാവും? ഇല്ല, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഇങ്ങനെ കുറേ അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ബിജു നാരായണൻ പാടിയ ആ പാട്ട്, അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലെ സേനേട്ടൻ സംവിധാനം ചെയ്ത മഴവിൽ കൊടിയിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുമായിട്ടാണ് എനിക്ക് ബന്ധം. അല്ല അദ്ദേഹമായിട്ടൊരു ഒരു ഒരു പിന്നെ നേരിട്ടുള്ളൊരു അങ്ങനെ ഒരു വലിയ സൗഹൃദമൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിട്ട് 1-2 അവസരങ്ങളിൽ മാത്രമേ കാണാൻ തന്നെ സാധിച്ചിട്ടുള്ളൂ.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അത് എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ കുറേ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന സിനിമയിലെ ഗാനം ഒക്കെ അങ്ങനെ കുറേ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് എനിക്ക് ഓർക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മലയാള സിനിമയിൽ ഒരുപാട് എല്ലാ രംഗത്തും മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരുപാട് പ്രതിഭകൾ നിറഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും സംഗീതത്തിൽ മലയാള സിനിമാ സംഗീത രംഗത്ത് ഒരുപാട് മഹാപ്രതിഭകൾ മഹാസംഗീതജ്ഞന്മാരുണ്ടായിരിക്കുമ്പോൾ ഈ ഒരു അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വരികയും ഇവിടെ ഏറ്റവും ഇപ്പോൾ ONV സാറൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും മലയാളികളെ മോഹിപ്പിക്കുന്ന അങ്ങനെ ഒരു ഈണങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു മഹാസംഗീതജ്ഞൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും അത് ഒരു അന്യഭാഷാക്കാരൻ ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. അത് ഏറ്റവും ഒരു മലയാളി തനിമയുള്ള മലയാളിത്തമുള്ള മലയാളത്തിൻ്റെ എല്ലാ ഒരു ഹൃദയ താളവും അറിഞ്ഞിട്ടുള്ള ഒരു സംഗീതജ്ഞൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതമായിട്ടാണത്. ദയവായി ഇടപെടുന്നതിൽ ക്ഷമിക്കുക, നമുക്കുള്ള സമയപരിമിതി കൊണ്ടാണ്. അവസാനമായി ബിജു നാരായണിലേക്ക് കൂടി പോവുകയാണ്. SP വെങ്കടേഷിന് 30 വർഷം സംഗീത ജീവിതം പൂർത്തിയാക്കുന്ന SP വെങ്കടേഷിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അവസാനമായി? അദ്ദേഹം ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം തന്നെയാണ് ഒരു ഗായകൻ എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് മാത്രം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞാൽ പോരാ, റീ റെക്കോർഡിങ്ങും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ നമ്പർ 1 ഡയറക്ടേഴ്സിന് ഒരുപാട് ഡയറക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. കാരണം ഇത് രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരാളെന്ന രീതിയിൽ. അതേപോലെ തന്നെ നേരത്തെ ONV സാറ് ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം വളരെ കൃത്യനിഷ്ഠയുള്ളൊരു സംഗീത സംവിധായകനും കൂടിയാണ്. കാരണം രാവിലെ കൃത്യം 7 മണിക്ക് അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ടാകും. അതുപോലെ ഉച്ചയ്ക്ക് തന്നെ പലപ്പോഴും വീട്ടിൽ പോകുന്നത് വളരെ കുറവാണ്. പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്കോ 9 മണിക്കോ അത് ഫിനിഷ് ചെയ്ത ശേഷമേ അദ്ദേഹം വീട്ടിൽ പോവുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ദയവായി ക്ഷമിക്കുക ബിജു നാരായണൻ, ഈ അവസരത്തിൽ നമുക്ക് സമയപരിമിതി നമുക്ക് തന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ദയവായി ക്ഷമിക്കുക. 2 അതിഥികളും ശ്രീ പ്രേംകുമാർ, ഒപ്പം തന്നെ ബിജു നാരായണൻ.